നിസാൻ പണ്ടും 7 സീറ്റർ ആക്കിയിട്ടുണ്ട്, യൂസ് ചെയ്യാൻ പറ്റാത്ത 7 സീറ്റർ. പക്ഷേ ഇതങ്ങനെയല്ല. 4 മീറ്റർ താഴെ 3 നിര സീറ്റുകളുടെ വണ്ടിക്ക് മൂന്നാമത്തെ റോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് സ്ഥലമാണ്. ഇനി സ്ഥലം വേണമെന്നില്ല, പകരം ഈ സെക്കൻഡ് റോ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാൻ പറ്റിയാലും മതി. അപ്പോൾ ഷോർട്ട് ട്രിപ്സ് അഥവാ ചെറിയ ട്രിപ്പുകളോ കുട്ടികൾക്കൊക്കെ സൗകര്യമായിട്ടിരിക്കാൻ പറ്റും. അങ്ങനെ പറ്റുന്ന ഒരു വണ്ടിയാണിത്. ഈ സീറ്റ് ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഇറങ്ങാനും ബുദ്ധിമുട്ടില്ല. ഇതേതാ വണ്ടി? ഇന്ത്യയിൽ പല കാർ കമ്പനികളുണ്ട്, ഇന്ത്യയിൽ പലതരം കാറുകളുണ്ട്, ഇന്ത്യയിൽ പലതരം വണ്ടികളുണ്ട്. എന്നാൽ നിസാൻ മാഗ്നൈറ്റ് ഗോട്ട് റെസ്പെക്റ്റ്. എന്താ കാരണം അറിയോ? ഒരു വണ്ടി ഒരു കമ്പനിയെ ചുമലിൽ താങ്ങിയിട്ട് ഇങ്ങനെ നടക്കുന്ന നമ്മൾ ആ ഒരു നിസാൻ മാഗ്നൈറ്റ് കൊണ്ടാണ് കണ്ടത്. അതല്ലെങ്കിൽ ഒറ്റ സിഗ്നിഫിഷ്യൻറ്റ് പ്രൊഡക്റ്റുമായിട്ടാണ് നിസാൻ ഇന്ത്യയിൽ ഇങ്ങനെ നിലകൊള്ളുന്നത്. അവിടേക്ക് നിസാൻ മാഗ്നൈറ്റിന് കൂട്ടായിട്ടൊരു വണ്ടി വേണമെന്ന് നിസാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു നിരത്തിൽ വർഷങ്ങളായിട്ട് ഉള്ള ഒരു വണ്ടി, റെനോ ബ്രാൻഡിലുള്ളൊരു വണ്ടീനെ അവർ റീബ്രാൻഡ് ചെയ്തിട്ട് ഇറക്കാമെന്ന് തീരുമാനിച്ചു. അത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 7 സീറ്റർ ആക്കാൻ തീരുമാനിച്ചു. ഞാൻ സംസാരിക്കുന്നത് ആ വണ്ടിയെക്കുറിച്ചാണ്. അതേതാ വണ്ടി എന്നറിയോ? അത് റെനോ ട്രൈബറിൻ്റെ നിസാൻ വേർഷനായിട്ടുള്ള നിസാൻ ഗ്രാവൈറ്റ് ആണ്. ഗ്രാനൈറ്റല്ല, ഗ്രാവൈറ്റ് ആണ്. അപ്പോൾ മാഗ്നൈറ്റിൻ്റെ കൂട്ടായിട്ട് ഗ്രാവൈറ്റ് വന്നു. നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വരണോ? ഒറ്റ ചുമലിലൊരു കമ്പനിയെ താങ്ങി നടക്കുന്ന നിസാൻ മാഗ്നൈറ്റിന് കൂട്ടായിട്ട് നിൽക്കാൻ മാത്രം സ്ട്രെങ്ത്തായിട്ട് എന്താണ് ഗ്രാവൈറ്റിലുള്ളത്? ഏറ്റവും അഫോർഡബിളാണ്, ഒരു 7 സീറ്റർ ആണ് എന്നുള്ളത് ഒരു കാര്യമായിട്ട് പറയാം. ബാക്കി എന്തൊക്കെ മാറ്റങ്ങളാണ് ട്രൈബറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗ്രാവൈറ്റിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത് നോക്കാം, വരും. അപ്പോൾ ഇതാണ് നിസാൻ ഗ്രാവൈറ്റ്. നിസാൻ ഗ്രാവൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു 7 സീറ്റർ MPV ആണ്. കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന, കൂടുതൽ ആൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വണ്ടി എന്ന് നിസ്സംശയം പറയാവുന്നൊരു കാര്യമാണ്. കാരണം ഇതിനകത്ത് 7 സീറ്റുണ്ട്. ഈ 7 സീറ്റിൽ വരുന്ന അമ്മനിറ്റീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, സവിശേഷതകൾ എന്ന് പറയുന്നത് ഒരു ഫാമിലിയെ അട്രാക്റ്റ് ചെയ്യാൻ മാത്രം ഉള്ളതാണോ എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രാവൈറ്റ് എന്ന് എഴുതിയിട്ടുള്ള ബോണറ്റ് ഷെല്ലും അതിൻ്റെ താഴെ കാണുന്ന ബമ്പറിലെ വ്യത്യാസം, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബറുമായിട്ടുള്ള വ്യത്യാസം. ട്രൈബറുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ മിനിമലാണ്, അത് രൂപത്തിലാണ്. ആ നിസാൻ വണ്ടികൾ കാണുന്ന എലമെൻ്റായിട്ടുള്ള C ഷേപ്പായിട്ടുള്ള ആ ഒരു സിൽവർ ഇൻസെർട്ടുകളും, അതല്ലെങ്കിൽ നിസാൻ ലോഗോ വെച്ച വലിയ ഗ്രില്ലും, ആ ഹെഡ് ലാമ്പിൻ്റെ ഡിസൈനും അല്ലെങ്കിൽ DRLൻ്റെ ഡിസൈനൊക്കെയാണ് ശരിക്കും ഗ്രാവൈറ്റിനെ ട്രൈബറുമായിട്ട് മാറ്റി നിർത്തപ്പെടുക, അല്ലെങ്കിൽ ഗ്രാവൈറ്റും ട്രൈബറുമായിട്ട് ഒറ്റ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ ഈ വണ്ടിക്ക് ആ സിൽവർ ഇൻസെർട്ട് കൊടുത്തപ്പോൾ ഒരിത്തിരി മെച്യൂർഡ് ആയിട്ടുള്ളൊരു ഫേസ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ? പുതിയ ട്രൈബറിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ അതിനും കുറച്ച് മാറ്റങ്ങളുണ്ട്. ആ വണ്ടിയുടെ വീഡിയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. പിന്നെ ബോണറ്റ് ഷെല്ലിലെ ആ ക്രീസിങ്ങും ആ ഒറ്റ ഗ്ലാസ് വാഷറും വലിയ ഗ്ലാസ് ഏരിയയും അതിൻ്റെ മുകളിൽ കാണുന്ന ആൻറ്റിനയും, ഇതൊക്കെ ഇതിൻ്റെ മുൻവശത്തെ കാര്യങ്ങളായിട്ട് പറയാം. ഇതാണ് ഗ്രാവൈറ്റിൻ്റെ കീ എന്ന് പറയുന്നത്. സാധാരണ വണ്ടികൾ കാണുന്ന കീ പോലെയല്ല, ഒരു കീ കാർഡ് പോലത്തെ ഒരു കീ ആണെന്ന് പറയാം. ലോക്ക് അൺലോക്ക് ബൂട്ട് ആ ഒരു ബട്ടണൊക്കെ കാണാം. ഓക്കെ, ഗ്രാവൈറ്റിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കിയേ. ഇവിടെയാണ് ട്രൈബറുമായിട്ടുള്ള സാമ്യം, അല്ലെങ്കിൽ ട്രൈബറാണ് ഈ വണ്ടി എന്നുള്ളത് നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. ഗ്രാവൈറ്റ് എന്നുള്ള പേര്, ആ പേര് വശങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീൽ ഡിസൈൻ നോക്കിയേ. ഈ വീല്, അതായത് ഈ വീൽ എന്ന് പറയുന്നത് MRFൻ്റെ ZV-TV എന്ന് പറയുന്ന ടയറിനോട് കൂടി ചേർന്ന ഈ വീൽ എന്ന് പറയുന്നത് 185/65 R15 ആണ്. ഓക്കെ, ഇവിടെ മക്ഫേഴ്സൺ സ്റ്റെട്ടാണ് സസ്പെൻഷൻ. ഈ സസ്പെൻഷൻ്റെ ആ ഒരു സ്പ്രിംഗ് ഒക്കെ കാണാം. മുന്നിലെ ബ്രേക്കിംഗ് ഡ്യൂട്ടി ചെയ്യുന്നത് ഡിസ്ക് ബ്രേക്കുകളാണ്. പിന്നെ SUVയുടേതായിട്ടുള്ള ഒരു ക്ലാഡിങ് വണ്ടിക്ക് ചുറ്റുമുണ്ട്, അത് വശങ്ങളിൽ കുറച്ച് എവിഡൻ്റ് ആണ്. പിന്നെ നോക്കിയാൽ ഗ്രാവൈറ്റ് ചെയ്തിട്ടുള്ള ഒരു പീസ് ആ ബോഡിയുടെ ക്രീസിങ്ങിനോട് ചേർന്ന് വെച്ചാൽ പീസ് കണ്ടോ, ആ പീസും കാഴ്ചയ്ക്കൊരു ഭംഗിയുണ്ട് എന്നുള്ളതാണ്. കണ്ടോ? ഇനി പിന്നിലെ വീലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഡ്രമ്മാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. ഡ്രം ബ്രേക്കും ട്വിസ്റ്റ് ബീമുമാണ്. ട്വിസ്റ്റ് ബീം എന്ന് പറഞ്ഞ സസ്പെൻഷനും ഡ്രം ബ്രേക്കുമാണ്. അപ്പോൾ ആ ഒരു വീലിൻ്റെ വീലിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതാണ് കമൻറ്റ് ചെയ്യണേ. ഈ വീൽ വെല്ലിനകത്ത് ഇൻസുലേഷനൊന്നും കാണില്ല. അപ്പോൾ പുറത്തെ സൗണ്ട് അകത്തേക്ക് എത്തുന്ന എങ്ങനെയെന്ന് വണ്ടി ഓടിക്കുമ്പോൾ പറയാം. ഓക്കെ, ആ പെയിൻറ്റിൻ്റെ ഒരു അംശമൊക്കെ നമുക്കവിടെ കാണാം, അതായത് ഒരു അണ്ടർ ബോഡി കോട്ടിങ് പോലെ. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിയേ, 182 മില്ലിമീറ്ററാണ് ഗ്രാവൈറ്റിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. പിന്നിൽ വേറെ ബാഡ്ജിങ് ഒന്നുമില്ല, ഗ്രാവൈറ്റിൻ്റെ ബാഡ്ജിങ് മാത്രമേ ഉള്ളൂ. പിന്നെ നിസാൻ്റെ ആ ഒരു വലിയ ഒരു ലോഗോയോട് ചേർന്ന ഒരു ചെറിയൊരു വടി പോലുള്ള സിൽവർ ഇൻസെർട്ട് കാണാം. നല്ല ഭംഗിയുള്ള ടെയിൽ ലാമ്പാണ് ഗ്രാവൈറ്റിൻ്റേത്. ഹെഡ് ലാമ്പ് പോലെ തന്നെ ഇവിടെയും LED ചെറിയ ചെറിയ അംശങ്ങൾ കാണാം. പിന്നെ ഈ ഗ്ലാസിൻ്റെ മുകളിൽ ഒരു ഗ്രാവൈറ്റിൻ്റെ തന്നെ പടമുണ്ട്, അത് പുതിയ ട്രെൻഡാണ്. വൈപ്പർ ഡീഫോഗറൊക്കെ കാണാം. ഇവിടെ ഹൈ മൗണ്ട് സ്റ്റോപ്പിലാകുമ്പോൾ ആ ഗ്ലാസ് വാഷ് സുനിയും കണ്ടില്ല, അല്ലെങ്കിൽ ആ ഗ്ലാസ് വാഷ് ചെയ്യുന്ന ആ ഒരു നോസിലും കാണാം.
മുകളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ റൂഫ് റിബ്ഡാണ് ഫോർ എക്സ്ട്രാ സേഫ്റ്റി. മുകളിലെ റൂഫ് റെയിൽസിനെ ഒരു ഫ്ലോട്ടിങ് പോലെ കൊടുത്തത് കാണാൻ ഭംഗിയുണ്ട് കേട്ടോ, അത് പറയേണ്ട കാര്യമാണ്. പിന്നെ ആ ഒരു ചെറിയ ക്വാർട്ടർ ഗ്ലാസും കാണാൻ ഭംഗിയുണ്ട്. ഗ്ലാസിൻ്റെ ഡിസൈൻ കണ്ടോ, ആ ഗ്ലാസ്സിനൊരു കട്ടിങ് പോലെ കൊടുത്തത് അത് ഭംഗിയുണ്ട്. ഇത് ഫോൾഡ് ചെയ്യുന്ന മിററുള്ള വണ്ടിയാണ്, ഓട്ടോമാറ്റിക്കലി ഫോൾഡ് ആവും. ഈ ഗ്രാവൈറ്റിൻ്റെ പിന്നിലെ ബമ്പറിലെ ആ ഒരു എലമെൻറ്റുകളുടെ ഡിസൈൻ നോക്കി, അത് കാണാൻ ഭംഗി കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ചെറിയ ചെറിയ കട്ടിങ് ഗ്രേസിങ്ങും ആ ഒരു പാർക്കിംഗ് സെൻസറുകളൊക്കെ തന്നെയും കാഴ്ചയ്ക്ക് ഒത്തിരി കൗതുകമുണ്ട്. പിന്നെ ഗ്രാവൈറ്റ് എന്നുള്ള പേരും. മൂന്നാമത്തെ റോ ഉണ്ടല്ലോ, മൂന്നാമത്തെ റോ മടക്കി വെച്ചാൽ നല്ല ബൂട്ട് സ്പേസാണ്. പക്ഷേ മൂന്നാമത്തെ റോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ, അതായത് 3 റോയിലും ആളുണ്ടെങ്കിൽ എന്താ അവസ്ഥ? ഇവിടെ 3 റോയും ഞാൻ നിവർത്തി വെച്ചേക്കുന്നൊരവസ്ഥയിലാണ്. ഇതിനകത്ത് CNG മോഡലിൽ 2 ടാങ്ക് കൂടി വരും കേട്ടോ. അപ്പോൾ ഇത് തുറക്കാനായിട്ട് സുഖമാണ്, കാരണം വാൾക്കവേ ലോക്കും അടുത്തേക്ക് വരുമ്പോൾ തുറക്കുന്ന ഒരു സംഗതിയൊക്കെ ഉണ്ട്. ഈ സീറ്റ് മുഴുവൻ പൊക്കി വെച്ചാൽ ഇവിടെ സ്പേസ് ഇല്ല എന്ന് പറയേണ്ടി വരും. വളരെ ചെറിയ കിടിപിടികൾക്കുള്ള സ്പേസേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ആ വാണിംഗ് ട്രയാങ്കിളും അല്ലെങ്കിൽ ഒരു ചെറിയ ബാഗ് വയ്ക്കാം, ഒരു കുഞ്ഞിയ ബാഗ് വയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് അടയ്ക്കുമ്പോഴേ ഒരു ഇത്തിരി ഫ്ലിംസി ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് സേഫാണെന്നാണ് നിസാൻ പറയുന്നത്. ഓക്കെ, ഈ ബൂട്ടിൽ സീറ്റ് വെച്ചാൽ ചിലപ്പോൾ സ്ഥലമില്ല എന്ന് പറയാം. പക്ഷേ ഇത് നമുക്ക് മടക്കുക മാത്രമല്ല ഊരിമെടുക്കാം. ഞാൻ ബോണറ്റ് തുറന്നിട്ട് വണ്ടി അടച്ച് മാറിയപ്പോൾ വണ്ടി ലോക്കായി. അതായത് ബോണറ്റിന് ആ ഒരു സംഭവമില്ല. എന്ത്, വണ്ടി ലോക്കാണോ അല്ലയോ എന്ന് അറിയാനുള്ള സ്വിച്ച്, ആ കുഞ്ഞ് സ്വിച്ച് ഇല്ല എന്നുള്ളതാണ്. ഈ പ്രൊജക്ടർ ഹെഡ് ലാമ്പിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നല്ലതാണ് കേട്ടോ. ഇത് LED പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ്. പിന്നെ ചെറിയ ബൾബ് ഇൻഡിക്കേറ്റർ കാണാം. ഓക്കെ, ഞാനിത് തുറക്കാം കേട്ടോ. ഇത് തുറക്കുമ്പോൾ നമുക്ക് ഈ എൻജിൻ കാണാം. ഈ എൻജിൻ എന്ന് പറയുന്നത് ഒരു 1 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റർ പെട്രോൾ എഞ്ചിനാണ്. B4D എന്നാണ് ഈ എഞ്ചിൻ്റെ കോഡ് നെയിം എന്ന് പറയുന്നത്. അപ്പോൾ എഞ്ചിൻ ബേ ഒക്കെ നീറ്റാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു എഞ്ചിൻ ബേ എന്നൊക്കെ പറയാം. ഈ എഞ്ചിൻ ബേയിൽ ഞാൻ കണ്ട ഒരു കുറവ് എന്ന് പറയുന്നത് നിസാൻ മാഗ്നൈറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ടർബോ ചാർജർ എഞ്ചിന് കൂടി കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. കാരണം 7 പേരെ വെച്ച് വലിക്കാൻ ഒരിത്തിരി പവർ കൂടി വേണം. പക്ഷേ എനിക്ക് തോന്നുന്നു ആ കോസ്റ്റിൻ ചെക്കാക്കി നിർത്താനുള്ള പരിപാടിയായിരിക്കും. ഈ വില കുറയ്ക്കാൻ വേണ്ടി എഞ്ചിൻ്റെ മുകളിൽ ടർബോ കൊടുക്കാമായിരുന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ വില? ഇവർ ഈ വണ്ടി ലോഞ്ച് ചെയ്തേക്കുന്നത് 5,65,000 രൂപ എന്ന എക്സ്ഷോറൂം ബേസ് മോഡലിൻ്റെ ആ ഒരു ഇൻട്രഡക്ടറി പ്രൈസിലാണ്. പിന്നെ ഒരു ലോഞ്ച് എഡീഷൻ ഉണ്ട്, കുറച്ച് ഗ്രാഫിക്സും കുറച്ച് ഒരു ക്ലാരിങ് എല്ലാം ആയിട്ട്. അതിന് 8,35,000 രൂപയാണ്. ഇതിൻ്റെ 5 സ്പീഡ് മാനുവൽ 5 സ്പീഡ് AMT എന്നുള്ള 2 ട്രാൻസ്മിഷനും ഉണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഓക്കെ, ആ 5,65,000 രൂപയുടെ എക്സ്ഷോറൂം പ്രൈസ് കിട്ടുന്ന ബേസ് മോഡലാണെന്ന് ഞാൻ പറയും. കാരണം ബേസ് മോഡലും ടോപ്പ് മോഡലും തമ്മിൽ എഞ്ചിന് വ്യത്യാസങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ ഒരു വണ്ടി വാങ്ങുമ്പോൾ ഏറ്റവും വാല്യൂ ആയിട്ട് വാങ്ങാൻ പറ്റിയ ഒരു 7 സീറ്റർ നിലയ്ക്ക് പറയാം. പിന്നെ നിസാൻ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വാറണ്ടിയാണേ. സ്റ്റാൻഡേർഡ് വാറണ്ടി എന്ന് പറയുന്നത് ഓക്കെ, സാധാ വണ്ടി പോലെ 2-3 വർഷമൊക്കെ തന്നെ. പക്ഷേ എക്സ്റ്റെൻഡ് 10 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്റർ വരെ വാറണ്ടി ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളത് ഒരു ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നിസാൻ്റെ പോർട്ട്ഫോളിയോയിൽ വണ്ടികൾ കുറവാണ്. അപ്പോൾ കൊടുക്കുന്ന വണ്ടികൾക്ക് കൂടുതൽ സുരക്ഷ അല്ലെങ്കിൽ സേഫ്റ്റി എന്നുള്ളത് ഞാൻ പറയുന്നത് ഓണേഴ്സ് പെർസ്പെക്റ്റീവിലാണ് കൊണ്ടു നടക്കാൻ ഗുണമായിട്ട് കാണുന്ന കാര്യമായിട്ട് ഞാൻ വാറണ്ടി കാണാണ്. ഓക്കെ, ക്രോം ഡോർ ഹാൻഡിലുണ്ട്. കീ ഹോൾ എന്ന് പറയുന്നത് ഡ്രൈവർ സൈഡ് കാണാം. ഈ കീക്ക് എന്തിനാണ് കീ ഹോൾ എന്നല്ലേ, അത് സ്പെയർ കീക്കാണ്. ഇതിനകത്ത് ആ ഒരു സ്കെൽട്ടൺ കീ ഇല്ല കേട്ടോ. കീ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. പാസഞ്ചർ സൈഡിൽ കീ ഹോളും ഇല്ല കണ്ടോ. ഈ മിററിലാണ് ഇൻഡിക്കേറ്ററൊക്കെ, അതൊക്കെ രസമുള്ള കാര്യമാണ്. ഈ നിസാൻ ഗ്രാവൈറ്റിലുള്ള B4D എന്ന കോഡ് നെയിമുള്ള 1 ലിറ്റർ എഞ്ചിനാണ് നമ്മൾ നിസാൻ മാഗ്നൈറ്റിൽ കാലങ്ങളായിട്ട് കണ്ടിട്ടുള്ളത്. അതുപോലെ ട്രൈബറിൽ കണ്ടിട്ടുള്ളത്. അതായത് റെനോ നിസാൻ മിസ്തുബിഷി അലയൻസിലെ ഒരു എഞ്ചിനാണത്. അതുകൊണ്ട് തന്നെ ഈ എഞ്ചിനുള്ള വണ്ടികളുടെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത്രയും കാലമായിട്ട് റോട്ടിലുള്ള വണ്ടിയാണെന്നുള്ളത് തന്നെയാണ്. അതൊരു ഗുണമല്ലേ, ആണോ? ഇത് E20 കോമ്പറ്റബിളുമാണ്. ഈ നിസാൻ്റെ ഗ്രാവൈറ്റിന് 72 PS ആണ് പവർ, 96 Nm ടോർക്കും. ഓക്കെ, നമ്പേഴ്സ് അത്ര എക്സൈറ്റിംഗ് അല്ലല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ടർബോ ചാർജർ എഞ്ചിൻ ഉണ്ടായിരുന്നെങ്കിൽ വില കുറച്ച് കൂടും, അതാണ് പ്രശ്നം. അപ്പോൾ സാധാരണക്കാരന് അഫോർഡ് ചെയ്യാവുന്ന 6 സീറ്ററെന്നോ 7 സീറ്ററെന്നോ പറയാൻ പറ്റില്ല. 6 അല്ല 7 സീറ്റർ എന്ന് പറയാൻ പറ്റില്ല. 6-7 അടുത്ത് വന്ന ഗ്രാവൈറ്റ് തുറക്കുമ്പോൾ നമുക്കിങ്ങനെ അകത്തും കയറാം. ഈ ഡാഷ്ബോർഡ് ട്രൈബറുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടി പ്രീമിയമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, കാണാൻ കുറച്ചുകൂടി ക്ലാസ്സാണ്. അതെൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ വട്ടത്തിലുള്ള സ്റ്റിയറിംഗ് വീലിനോട് എനിക്ക് എപ്പോഴും ഇഷ്ടമുണ്ട്. എന്നാലും ചെറിയൊരു ഫ്ലാറ്റ് ബോട്ടം പോലെ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗ് വീലിൽ. പിന്നെ ഈ ഡോർ പാഡ് നോക്കിയേ, ആ ഡാഷ്ബോർഡിൻ്റെ ബാക്കി എന്നോണം ഡോർ പാഡിലേക്ക് കയറ്റി വെച്ചിട്ടുള്ള ഒരു ഡുവൽ ടോൺ കളറ്, അതിൻ്റെ പവർ വിൻഡോ സ്വിച്ചുകൾ, അതുപോലെ ഗ്ലാസ് അഥവാ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ നോബൊക്കെ കണ്ടോ. ഇത് ഡ്രൈവറുടെ സൈഡ് മാത്രം ഓട്ടോ ആണ്. പിന്നെ വലിയ സ്റ്റോറേജ് സ്പേസ് അവർ ഒരു ഡോർ പാഡിൽ കൊടുത്തിട്ടുണ്ട്.
ഈ സീറ്റുകളുടെ ഹെഡ് റെസ്റ്റ് ഫിക്സഡാണ്. അതിൻ്റെ മുകളിൽ കൊടുത്ത പാറ്റേൺ പക്ഷേ ഭംഗിയുണ്ട്. ഈ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അത് എനിക്ക് നല്ല കാര്യമായിട്ട് തോന്നി. പിന്നെ സീറ്റിൻ്റെ ആ ബോൾസ്റ്ററിങ്ങും അല്ലെങ്കിൽ പാഡിങ്ങൊക്കെ കൊള്ളാം, നന്നായി ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ്. കൂടാതെ ഒരു ആംറസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇതേ ആംറസ്റ്റ് ഞാൻ എൻ്റെ ആസ്പെയറിനും ജിംനിക്ക് ഞാൻ കസ്റ്റമായിട്ട് ചെയ്തിട്ടുണ്ട്. കീ ഇടാതെ സ്റ്റാർട്ടാക്കുന്ന വണ്ടിക്ക് എന്തിനാണ് കീ ഹോളെന്ന് കരുതിയിട്ടായിരിക്കണം. കീ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ബേസ് മോഡലിലെ കീ അവിടെയാണ് വരിക. അപ്പോൾ സ്റ്റിയറിംഗ് വീലിൻ്റെ മുകളിൽ നിസാൻ്റെ ലോഗോ, ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടൺ, ക്രൂയിസ് കൺട്രോൾ മാത്രമേ ഉള്ളൂ. ഒരു എന്താ പറയുക, ഒരു ഡ്രൈവർ അസിസ്റ്റൻസ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ സോഴ്സ് മീഡിയയുടെ ആ ഒരു ബട്ടൺ കാണാം. ഓക്കെ, സ്റ്റാക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്റ്റാക്കുകളൊക്കെ സെയിം സ്റ്റാക്കുകളാണ്. നിസാൻ മാഗ്നറ്റിൻ്റെയൊക്കെ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ സ്റ്റിയറിംഗ് ആ വെച്ചേക്കുന്നൊരു പൊസിഷനും ആ ഡാഷ്ബോർഡ് സ്റ്റിയറിംഗുമായിട്ട് ചേരുന്നൊരു ഭാഗമൊക്കെ കാഴ്ചയ്ക്ക് നല്ല ഒരു ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട്. റെനോ ആവട്ടെ നിസാൻ ആവട്ടെ, ഈ പെഡലുകൾ എപ്പോഴും ചേർന്ന് നിൽക്കില്ല. ഒരു പെഡൽ താഴത്തും ഒരു പെഡൽ മുകളിലും ആയിരിക്കും. അതിവിടെ മാറ്റമില്ല. ബ്രേക്ക് പെഡൽ താഴെയും ക്ലച്ച് പെഡൽ കുറച്ച് മുകളിലാണ് ഈ ത്രോട്ടിൽ പെഡൽ. ആ ത്രോട്ടിൽ പെഡലിൻ്റെ സെൻസറൊക്കെ നമുക്ക് പുറത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹെഡ് ലാമ്പ് ലെവലർ എന്ന് പറയുന്നത് കേബിളാണ്, അത് സ്വിച്ചല്ല. മാത്രമല്ല ആ ബോണ്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു സംഗതി കുറച്ച് സ്റ്റഡിയാണ്. ഇവിടെ ഒരു വെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ആ ഒരു താഴത്തേക്കുള്ള AC വെൻ്റാണ്. ഓക്കെ, പ്ലാസ്റ്റിക് ക്വാളിറ്റി ഫോർ ദിസ് പ്രൈസ് ഇറ്റ്സ് ഓക്കെ. 10 ലക്ഷം താഴെയുള്ള വണ്ടിക്ക് നല്ല ക്വാളിറ്റിയാണ്. ഇതാണ് ഫ്യൂവൽ ഫ്ലാപ്പിൻ്റെ ഓപ്പണിങ്. കാരണം കീക്കകത്താണ് ബൂട്ട് എന്നുള്ളത്, ബൂട്ട് തുറക്കാനായിട്ട് ഇവിടെ ഒരു ഓപ്പണിങ്ങിൻ്റെ ആവശ്യമില്ല. ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ കാണാൻ ഭംഗിയുണ്ട്. റെനോ അല്ലെങ്കിൽ നിസാനിലേക്ക് മാറിയപ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഞെക്കുമ്പോൾ ഈ ക്ലസ്റ്ററിൻ്റെ മാറ്റം നമുക്ക് കാണാം. ക്ലസ്റ്ററിൻ്റെ മാറ്റം കാണാമെന്ന് പറയുമ്പോഴേ ഈ ക്ലസ്റ്ററിനകത്ത് നമുക്ക് കാണാൻ പറ്റുക ഒരു വലിയ ടാക്കോമീറ്ററാണ്. നോ, ദിസ് ഈസ് നോട്ട് എ പോർഷ. പക്ഷേ ആ ടാക്കോമീറ്ററിൻ്റെ ഉള്ളിൽ സ്പീഡോമീറ്ററും 2 സൈഡിൽ എൻജിൻ ടെമ്പറേച്ചർ ഫ്യൂൽ മീറ്ററും കാണാം. ഓക്കെ, നമുക്ക് ആ മീറ്റർ ക്ലസ്റ്ററിനകത്തുകൂടെ കൈ ഓടിക്കാനായിട്ട് എന്താ ഉള്ളത്, കൈ ഓടിച്ചോട്ടെ. ട്രിപ്പ് A, ട്രിപ്പ് B, ഡിസ്റ്റൻസ് ടു empty അങ്ങനെയുള്ള സാധനങ്ങൾ ആ ഒരു മുക്കിൽ കാണാണ്ട്. പിന്നെ നടുവിലായിട്ട് ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിസ്പ്ലേ എന്ന് പറയുന്നത് വ്യൂ നമുക്ക് മാറ്റാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. അത് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ആവറേജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മെനു ഒക്കെ നല്ല ക്ലാസ് ആയിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ വണ്ടിക്ക് അത്യാവശ്യം മൈലേജ് ഉണ്ടെന്നാണ് പറയുന്നത്. 10-16 കിലോമീറ്റർ എനിക്ക് തോന്നുന്നു അത് അച്ചീവബിൾ ആണ്. ഫോർ 1 ലിറ്റർ കാല് കൊടുത്ത് ഓടിച്ചാൽ മൈലേജ് കുറയും. ചെറിയ വണ്ടിയില്ല, ആൾ കയറിയാലും മൈലേജ് കുറയും. ഒന്നും ചെയ്യാനില്ല. കണ്ടോ, ബെസ്റ്റ് 12 കാണിക്കണു. കണ്ടോ, ഇതാണ് മീറ്റർ ക്ലസ്റ്ററിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്. കാഴ്ചയ്ക്ക് ഭംഗിയുണ്ട്, കാലികമാണ്, എനിക്കിഷ്ടപ്പെട്ടു. ആ മീറ്റർ ക്ലസ്റ്ററിൻ്റെ വിന്യാസം കൊള്ളാം. അതിന് മുമ്പിൽ കൊടുത്തിട്ടുള്ള ഒരു ബോർഡറും കൊള്ളാം. ഈ സ്റ്റിയറിങ്ങിന് നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ടേ നമുക്ക് കാഴ്ചയ്ക്ക് വൃത്തിയായിട്ടത് വെക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ഈ ഡാഷ്ബോർഡിൽ കൊടുത്ത AC വെൻറ്റുകളും ആ മോൾ ഭാഗം മൊത്തം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിസാൻ ഗ്രാവൈറ്റിൽ ഒരു മീഡിയ സ്ക്രീൻ ഉണ്ട്. ഈ സ്ക്രീനിൻ്റെ ലേഔട്ടും അല്ലെങ്കിൽ ഈ സ്ക്രീനിൻ്റെ ഈ ഒരു കളർ തീമൊക്കെ നമ്മൾ പല റെനോ വണ്ടികളിലും നിസാൻ വണ്ടികളിലും കണ്ടിട്ടുണ്ട്. ഓക്കെ, വെഹിക്കിൾ എന്ന് പറയുന്നവർക്ക് നമുക്ക് വെഹിക്കിൾ സെറ്റിങ്സും ഡ്രൈവിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ അത്യാവശ്യത്തിന് വേണ്ടുന്ന സ്ക്രീൻ ഞാൻ പറയുന്നുള്ളൂ. ഒരു മാർവലസ് ആയിട്ടുള്ള സ്ക്രീനല്ല. പക്ഷേ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ടെന്ന ഗുണമാണ്. പിന്നെ ക്യാമറ എന്ന് പറയുന്നൊരു മെനുയുടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറ എന്ന് പറയുന്നത് ഒരു ഓർഡിനറി ക്യാമറയാണ്. ഓക്കെ, ഫോർ എ വണ്ടി, ഫോർ എ പ്രൈസ്, ഫോർ എ ബഡ്ജറ്റ്, ഇത് ഓക്കെ. പിന്നെ ഹോം ബട്ടൺ കാണാം, വോളിയം അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ കൺട്രോൾസ് ഒക്കെ കൂടെ കാണാം. ഇതൊക്കെ തന്നെയും ഒരു സ്ക്രീനിൻ്റെ മെയിനായിട്ടുള്ള കാര്യം കാണാം. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഉണ്ട് എന്നുള്ളതാണ് ഒരു ഗുണം. ഇത് ESP ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ്. പിന്നെ ഇത് ലോക്ക് അൺലോക്ക്, ഇവിടെ പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ് കേട്ടോ. എനിക്ക് ഈ വണ്ടിക്കകത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാനുവലായിട്ടുള്ള AC-യുടെ സ്വിച്ചുകളാണ്. അവരിതിൽ ആ ഒരു റീസർക്കുലേഷൻ മോഡ് കൊടുത്തേക്കുന്ന ആ ലിവർ എന്ന് പറയുന്നത് ഒരു ഇത്തിരി ക്ലാസ് ആയിട്ട് തോന്നി. ഓക്കെ, AC-യുടെ ബട്ടൺ അകത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. AC-യുടെ ബട്ടൺ എന്ന് പറയുന്നത് അറിയാലോ, ഇവിടെ ബട്ടൺ ലൈറ്റായിട്ട് ലൈറ്റപ്പ് ചെയ്ത് നമുക്ക് ഇവിടെ ഓണാക്കി കഴിഞ്ഞാൽ റെഡ് ലൈറ്റിലാണ് ഓണാവുന്നത്. പിന്നെ 2 തട്ടുകളായിട്ട് കൊടുത്ത സ്റ്റോറേജ് സ്പേസുകളുണ്ട്. ഈ സ്റ്റോറേജ് സ്പേസുകളിൽ താഴെ നമുക്കവിടെ കാണാൻ പറ്റുക ഒരു വയർലെസ് ചാർജിങ് പോർട്ടാണ്. മുകളിൽ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് മാത്രമേ ഉള്ളൂ. ഇതാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ. ഇത് ക്രൂയിസ് കൺട്രോൾ ഓഫ് ചെയ്യാനുള്ളതാണ്. സ്റ്റിയറിങ്ങിൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഓണാക്കാൻ പറ്റും, ഇവിടെയും നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ടിങ് 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 ടിങ്. സ്റ്റിയറിങ്ങിൽ ക്യാൻസലും ഇവിടെ ഓഫുമാണ്. ഓക്കെ, സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൻ്റെ ചുറ്റും കൊടുത്ത ഈ ഒരു എലമെൻറ്റ് കണ്ടോ, ഇത് USB ആണ്, USB-C അല്ല. പിന്നെ ഇതാണ് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവർ എന്ന് പറയുന്നത്. ഈ ഗിയർ ലിവർ കുറച്ച് വലിയ വണ്ടിയായിട്ട് തോന്നി അല്ലേ. ഈ വണ്ടിക്കകത്തേ ക്ലവറായിട്ട് കുറേ അധികം സ്റ്റോറേജ് സ്പേസ് ഉണ്ടെന്ന് നിസാൻ പറഞ്ഞിരുന്നു. അതിലൊന്നെന്ന് പറയുന്നത് ഇവിടെയാണ്. ഇത് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഇത് 2 കപ്പ് ഹോൾഡറാണ്. ഇത് ആംറസ്റ്റിൻ്റെ മുകളിൽ പൊക്കി വെച്ചിട്ടില്ല, അതവിടെ താഴത്താണ്. ഇത് പിന്നിലേക്കുള്ള AC കൺട്രോൾസ് ആണ്. ഇത് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് പെടാപ്പാട് പെടും. ആംറസ്റ്റ് പറയുന്നത് അറിയാമല്ലോ, സീറ്റിൻ്റെ മുകളിലായോണ്ടേ അതിങ്ങനെ വെക്കും ചെയ്യാം. അപ്പോൾ ഈ ആംറസ്റ്റ് വെച്ചിട്ട് ഈ സീറ്റിൻ്റെ ഒരു ഉള്ളിൽ ഇരുന്നിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെ കൂളിംഗ് നോബും ഉണ്ട് കണ്ടോ, കൂൾ ചെയ്യാവുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. സോ നമുക്ക് നമ്മുടെ ബോട്ടിലൊക്കെ കൂൾ ചെയ്യാം. 2 ഗ്ലോ ബോക്സ് ആണ്. അതൊന്ന് മുകളിൽ ഈ ഒരു ബട്ടണൊക്കെ നല്ല ക്ലാസ് ആയിട്ട് തോന്നി, അത് മുകളിലായിട്ട് കാണാം. പിന്നെ ഒന്നെന്ന് പറയുന്നത് താഴെയാണ്. താഴത്തെ ഗ്ലോ ബോക്സ് ട്രഡീഷണൽ ഗ്ലോ ബോക്സ് ആണ്. ഓക്കെ, അതിനകത്ത് കുറേ സ്പേസും കുറേ കമ്പാർട്ട്മെൻറ്റൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ സ്റ്റോറേജ് സ്പേസുകൾ ഈ വണ്ടിക്കകത്ത് എമ്പാടുമുണ്ട് എന്നുള്ളതാണ്.
പിന്നെ ചെറിയ ചെറിയ ക്രോം എലമെൻ്റൊക്കെ AC വെൻ്റുകളുടെ ചുറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഇത്തിരി പ്രീമിയം ആക്കാനായിട്ടുള്ള ശ്രമം നമുക്ക് എല്ലായിടത്തും കാണാം. ഈ സ്റ്റിയറിങ്ങിൻ്റെ ലെതർ റാപ്പിംഗ് ഉണ്ടല്ലോ, അത് നന്നായി തോന്നിക്ക്. നല്ല ലെതർ റാപ്പിംഗാണ്. ഈ സൺവൈസറിലേ ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യമായിട്ട് തോന്നി. ലൈറ്റില്ല, മിറർ മാത്രമേ ഉള്ളൂ, അടപ്പില്ല. പിന്നെ ഇതാണ് ഗ്രാബ് ഹാൻഡിൽ. ഓക്കെ, പിന്നെ ഈ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോൾ എൻ്റെ കണ്ണുപെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ മൈക്കാണ്. ഇതൊരു മുകളിലായിട്ടാണ് കൊടുത്തിട്ടുണ്ട്. ഈ സൺവൈസറിലൊന്നുമില്ല കേട്ടോ, അത് സാധാ പ്ലെയിൻ സൺവൈസറാണ്. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോഴേ എനിക്ക് നന്നായിട്ട് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ സീറ്റ് മുഴുവനായിട്ട് മുകളിലേക്കായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് പോസ്റ്റർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് എനിക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ എർഗണോമിക്കലി കൊള്ളാവുന്നൊരു വണ്ടിയാണ് ഈ ഗ്രാവേറ്റ് എന്ന് പറയാം. അത് ഡ്രൈവർ അങ്ങനെ തന്നെ ആയിരുന്നു. ഇവിടെ പക്ഷേ ആ ഗ്രാബ് ഹാൻഡിൽ അതിൻ്റെ ആവശ്യമില്ല. ഈ സ്റ്റിയറിങ്ങും അല്ലെങ്കിൽ ഈ കുഞ്ഞി സ്റ്റിയറിങ്ങും ഈ ഒരു ഇരിക്കാവുന്ന സീറ്റിൻ്റെ ഒരു സുഖവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് ഒരു MPV എന്ന നിലയ്ക്ക് ഈ വണ്ടിക്ക് കുറേ അധികം മെറിറ്റ്സ് ഉണ്ടെന്ന് തോന്നി. പിന്നെ ഇതാണ് ലോക്കിൻ്റെ ഒരു നോബ് എന്ന് പറയുന്നത്, ലോക്ക് അൺലോക്ക് നോബ് എന്ന് പറയുന്നത്. പിന്നിലെ സീറ്റ് ഉണ്ടല്ലോ, അപ്പുറത്തെ സീറ്റ് ഞാൻ മറിച്ചിട്ടിരിക്കുക കയറാനായിട്ട്. ഈ സീറ്റ് ഞാൻ മാക്സിമം മുന്നോട്ടാക്കി അവിടെ ഇരുന്ന് ലെഗ് റൂം കാണിക്കാനായിട്ട്. അങ്ങനെ മുഴുവനായിട്ട് മുന്നോട്ട് ഇടുമ്പോൾ നമുക്ക് അവിടെ കാര്യമായിട്ടുള്ള ലെഗ് റൂം തോന്നില്ല. ഇരിക്കാനായിട്ട് കൊള്ളാം എന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇരുന്ന് കഴിയുമ്പോഴേ ഈ സീറ്റിന് ആ വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് റിക്ലൈൻ ചെയ്യാൻ കൂടി പറ്റും എന്നുള്ളതാണ്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. പിന്നെ നോക്കിയേ, ഞാൻ ഇരിക്കുന്ന ആ ഒരു ലെഗ് സ്പേസ് നോക്കിയേ, ഈ ലെഗ് സ്പേസ് ഇങ്ങനെ ഇരിക്കേണ്ടി വരും ബാക്കിൽ സ്ഥലം കിട്ടണമെങ്കിൽ. ഓക്കെ, എന്നാലും ഒക്കേഷണലി സ്ഥലം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒക്കേഷണലി നമുക്ക് ആളുകളെ സഹായിക്കാനൊക്കെ പറ്റും. ഹെഡ് റൂം ഉണ്ട്, ഇവിടെ നീ റൂമുണ്ട്, തൈ സപ്പോർട്ടീസ് ഓക്കെ ഫോർ ദ പ്രൈസ്. അതായത് ഈ വണ്ടിയുടെ ഒരു കാര്യം വെച്ചാൽ നമ്മളിതിനെ വലിയ ഇന്നോവയായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു കുഞ്ഞു വണ്ടിയാണ്. ആ കുഞ്ഞു വണ്ടിക്ക് ആവശ്യമുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. അപ്പോൾ നമുക്ക് തൈ സപ്പോർട്ട് ഇല്ലെന്നൊക്കെ പറയാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ഇത്രയും ഗ്യാപ്പൊക്കെ കാണുന്നുണ്ടല്ലോ. പക്ഷേ ഈ വണ്ടിയുടെ വില കൂടി നോക്കുന്നേ, ഇതിന് വലിയ വില ഒന്നുമില്ല. 10 ലക്ഷം താഴെയുള്ളൊരു 7 സീറ്റർ അല്ലേ. ഇതാണ് AC വെൻ്റ്. ഈ AC വെൻ്റിലേക്കുള്ള ഒരു ഓണാക്കാനുള്ള സ്വിച്ചാണ് ഞാനിവിടെ നേരത്തെ കാണിച്ചത്. ആ സ്വിച്ച് മാത്രമല്ല, താഴെ ഒരു 12 വോൾട്ട് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തേർഡ് റോയിൽ AC ഉണ്ടോ? തേർഡ് റോയിൽ AC എന്ന് പറയുന്നത് മുകളിലായിട്ടാണ് കണ്ടോ, മുകളിലായിട്ടാണ്. അപ്പോൾ ഇതാണ് പിന്നിലെ ആ ഒരു മിനിമം മാക്സിമം ലെഗ് റൂം എന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഫ്രണ്ടിലെ സീറ്റ് കുറച്ചൊക്കെ കയറ്റിട്ടുണ്ട്, അവിടെ അത്യാവശ്യം സ്ഥലം തോന്നിക്കുന്നുണ്ട്. നമുക്ക് ക്ലെവറായിട്ട് സീറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ ഒരു വണ്ടിയുടെ ഗുണമാണ്. ഇപ്പോൾ മുന്നിലെ സീറ്റും പിന്നിലെ സീറ്റും കോമ്പിനേഷൻ വെച്ചിട്ടേ നമുക്ക് ഇഷ്ടം പോലെ, നമുക്ക് സൗകര്യം പോലെ അറേഞ്ച് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അതൊരു വലിയ ഗുണം തന്നെയാണ്. പിന്നിലെ ഡോർ പാഡിലുണ്ട് ആ ഒരു ഇൻസേർട്ട്. പിന്നിലെ ഡോർ പാഡിൽ നമുക്ക് വലിയ ബോട്ടിൽ ഹോൾഡർ കാണാം, സ്പീക്കർ കാണാം. അതിൽ JBLൻ്റെ സ്പീക്കർ ഉണ്ട്. JBLൻ്റെ സ്പീക്കർ മാത്രമല്ല, ഡാഷ് ക്യാമറ ഉണ്ട്. ഈ വണ്ടിയിൽ ഞാൻ ഡാഷ് ക്യാമറ കണ്ടിട്ടില്ല, പക്ഷേ മുൻപിൻ ഡാഷ് ക്യാമറ ഓപ്ഷനായിട്ട് കൊടുക്കുന്നുണ്ട്. ആ കാണുന്നത് ഓട്ടോ വൈപ്പറിൻ്റെ സെൻസറാണ്. ഇതിന് ഓട്ടോ വൈപ്പേഴ്സ് ഉണ്ട്. ഈ ഗ്രാവേറ്റിൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. അത് ഓഫ് ചെയ്യാനുള്ള ബട്ടണാണ് നമ്മൾ ഡാഷ് ബോർഡിൽ കണ്ടത്. നിങ്ങൾക്ക് ആ പാർക്കിംഗ് സെൻസർ വെച്ചേക്കുന്ന ഒരു പീസും ആ ഗ്രില്ലിലെ ഊട്ടകളും തമ്മിലുള്ള ഡിസൈൻ എലമെൻ്റ് സാമ്യത മനസ്സിലായില്ലേ? പിന്നെ ഫോഗ് ലാമ്പും ഫ്രണ്ട് കൊടുത്തിട്ട് കണ്ടോ, ഫോഗ് ലാമ്പുള്ളൊരു മോഡലാണിത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിസാൻ മാഗ്നൈറ്റിൻ്റെ സക്സസ് നമ്മൾ കണ്ടതാണ്. ഓക്കെ, അതിന് ടർബോ ഉണ്ട്, ഇതിന് ടർബോ ഇല്ല എന്നൊക്കെ പറയാം. അതുപോലെ വണ്ടിയിൽ 7 പേരെ വെച്ച് എങ്ങനെയാണ് ഓടിക്കാന്നൊക്കെ പറയാം. ഓക്കെ, അതൊക്കെ തന്നെയും റെയർ കേസാണെന്ന് പറയാം. ഒരു ഫാമിലി വണ്ടി വാങ്ങുന്ന ആൾക്ക് കുട്ടികളെ കൂട്ടിയെങ്കിലും എവിടെയെങ്കിലും പോകണം. അതല്ല, മൂന്നാമത്തെ റോ മടക്കിയിട്ടാലും ഇഷ്ടം പോലെ ലഗേജ് സ്പേസ് വേണം, അല്ലെങ്കിൽ എപ്പോഴും ലൊക്കേഷനായിട്ട് യൂസ് ചെയ്യാവുന്ന സീറ്റ് വേണമെന്നാണെങ്കിൽ ഈ വണ്ടി അത്യാവശ്യം ഒരു നല്ല ഓപ്ഷനാണ്. കാരണം ഇതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ സീറ്റുകളുടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള വിന്യാസങ്ങളാണ്. അതായത് റിക്ലൈൻ ചെയ്യാവുന്ന മിഡിൽ റോ നല്ല കാര്യമാണ്. റിക്ലൈനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം സ്ലൈഡ് ചെയ്യാവുന്നതാണ്. പിന്നെ തേർഡ് റോ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, സംഭവം ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ട്രൈബറിൽ കണ്ടു. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് പ്രൈസാണ്. എനിക്ക് തോന്നുന്നു ടോപ്പ് എൻഡ് മോഡലായിട്ട് ഈ ഒരു വണ്ടി 10 ലക്ഷം രൂപയുടെ ഈ ഒരു വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കിട്ടാവുന്ന ഗുണം എന്ന് പറയുന്നത് ഈ സവിശേഷതകളെല്ലാം കൂടിച്ചേർന്ന് കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ ബേസ് മോഡലിനാണെങ്കിലും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ബേസ് മോഡൽ കാണാൻ പറ്റുകയാണെങ്കിൽ കാണിക്കാം. അപ്പോൾ എന്തായാലും ഇനി ഈ ഗ്രാവൈറ്റ് എടുത്ത് ഓടിക്കണം. ഈ നിസാൻ്റെ ഗ്രാവേറ്റിന് നിസാന് വലിയ ഹോപ്സ് ഉള്ളത്. അത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇവൻ്റ് എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടൊക്കെ വെച്ചിരുന്നത്. ഓക്കെ, അതൊക്കെ എന്തോട്ടെ. ഇപ്പോൾ നിസാൻ മാഗ്നൈറ്റിന് ആളുകൾ കൊടുത്തിട്ടുള്ള ഒരു സ്വീകാര്യത ഉണ്ട്. അതായത് ഒരൊറ്റ വണ്ടിയെ അവർ വിൽക്കുന്നുള്ളൂ മര്യാദയ്ക്ക് എന്നുണ്ടെങ്കിൽ കൂടി ആ വണ്ടി വാങ്ങാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ആദ്യ കാർ ബയേഴ്സ് ആയിരിക്കും, ആദ്യമായിട്ട് വണ്ടി വാങ്ങുന്ന ആൾക്കാരായിരിക്കും, അവർക്ക് മറ്റു വണ്ടികൾ ഓടിച്ച് ശീലം ഉണ്ടാവില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ ആ നിസാൻ മാഗ്നൈറ്റിൻ്റെ ഭംഗി കണ്ടിട്ട് അത് വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു 7 സീറ്റർ ആവശ്യമായിട്ട് തോന്നുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിസാൻ ഇറക്കി കൊടുക്കുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഗ്രാവൈറ്റിനൊരു ഗുണമുള്ളത് ഇത് ഡ്രൈവറിൻ്റെ ഒരു റീബാഡ്ജിങ് ആണ് എന്നുള്ളത് തന്നെയാണ്. കാരണം വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു 8 വർഷത്തോളമായിട്ട് നമ്മുടെ നിരത്തിലുള്ളൊരു വണ്ടിയാണ് ഡ്രൈവർ. അതിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള കുറേ അധികം ആ
മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു 5 സീറ്റർ വണ്ടി വിത്ത് ഒക്കേഷണൽ 7 സീറ്റർ യൂസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഒരു 1 ലിറ്റർ ഓൾട്ടോ കേട്ടൻ വാങ്ങുന്ന ഒരാൾക്ക് പരിഗണിക്കാവുന്ന ഒരു വണ്ടിയാണ് ഈ വണ്ടി എന്ന് ഞാൻ പറയും. അപ്പോൾ ഇതിൻ്റെ ബേസ് മോഡലിന് 569 എന്ന് പറയുന്ന ഒരു വില ഇൻട്രൊഡക്ടറി പ്രൈസ് ആണെങ്കിൽ കൂടി ആ ഒരു പ്രൈസ് ഒരു 6.5 ലക്ഷം രൂപ 7 ലക്ഷം രൂപ താഴെ ഓൺ റോഡ് ഇറക്കാൻ പറ്റുമെന്നുള്ളത് ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ് ഈ ഗ്രാവൈറ്റിനെ സംബന്ധിച്ചിട്ട്. ഞാൻ പറഞ്ഞ ടോപ്പ് എൻഡ് ഒന്നും വാങ്ങാൻ പോകണ്ട. അപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപ 10-30 ആ ഒരു വണ്ടി വാങ്ങാൻ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ എർട്ടിഗ കിടപ്പുണ്ട്, അതല്ലെങ്കിൽ മറ്റുള്ള വണ്ടികളുണ്ട്, 1.5 എഞ്ചിനുള്ള വണ്ടികളുണ്ട്, 1 ലിറ്റർ ടർബോ ഉള്ള വണ്ടികളുണ്ട്, അങ്ങനെ വണ്ടി ഉണ്ടോ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഗണത്തിലേക്ക് പോകണ്ട. അതല്ല, ഒരു സാധാരണ എൻട്രി ലെവൽ വണ്ടി വാങ്ങുന്ന ആൾക്ക് ഒരു 7 സീറ്ററിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഒരു ഒക്കേഷണൽ 7 സീറ്ററാണ്, ഒരു ഫാമിലി വണ്ടിയാണ്. ഇപ്പോൾ 7 സീറ്റ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത്യാവശ്യം ബൂട്ട് സ്പേസ് വേണം. നല്ല വേർപ്പാടോ, കേരളത്തിൽ ചൂടെന്ന് പറയുന്നത് ഒരു രക്ഷയില്ലേ. AC ആണെങ്കിൽ ഓഫാണ്. കാരണം ഞാൻ AC ഓഫ് ചെയ്ത് വണ്ടി വലിക്കാൻ വേണ്ടിയില്ല, പകരം എനിക്ക് ഒരു കൂളിംഗ് അല്ലെങ്കിൽ ഫാനിൻ്റെ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈക്കിൽ. എന്നാലും അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഓപ്ഷനായിട്ടാണ് ഈ ഗ്രാവൈറ്റ് കാണാൻ പറ്റുക. അപ്പോൾ ഇത് പേപ്പറിൽ നോക്കി കഴിയുമ്പോൾ, പേപ്പർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പവർ ടോർക്ക് ഫിഗറുകളാണ് ഞാൻ പറയുന്നത്. ഞാൻ 3 വട്ടം പറഞ്ഞില്ല, ഇതിന് വീണ്ടും പറഞ്ഞതില്ല. അതൊരു വലിയ ഒരു നമ്പേഴ്സായിട്ട് നമുക്ക് തോന്നില്ല. അത് വലിയ നമ്പേഴ്സ് അല്ല. കാരണം ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് 7 പേര് കയറി കഴിയുമ്പോൾ അത് കയറ്റം വലിക്കോ അല്ലെങ്കിൽ വണ്ടി വലിക്കില്ലേ എന്നൊക്കെ നമ്മുടെ കാര്യമില്ല. അതൊക്കെ ചെക്ക് ചെയ്യാൻ വേറെ കുറേ ആൾക്കാരുണ്ട്, അത് പോട്ടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിനകത്ത് പവർ ഇത്തിരി കുറവായിട്ട് തോന്നും. പക്ഷേ നിസാനിൽ കണ്ട ആ എഞ്ചിനിൽ ഞാൻ നേരത്തെ കോഡ് നമ്പർ പറഞ്ഞില്ലേ, B4D എന്ന കോഡ് നെയിമുള്ള ആ ഒരു 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എന്ന് പറയുന്നത് ഈ എഞ്ചിൻ്റെ റിഫൈൻമെൻ്റ് ഒക്കെ പറയുന്നത് നല്ലതാണ്. ഒരു 3 സിലിണ്ടർ എഞ്ചിന് അത്യാവശ്യം നന്നായിട്ടുള്ള റിഫൈൻമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം വലിപ്പിക്കുമ്പോൾ കേട്ടോ 6000 RPM റെഡ് ലൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയുന്നത് ഒരു മാരുതി സുസുക്കിയുടെ അത്ര ഒരു ഷിഫ്റ്റ് അത്രയും പെർഫെക്റ്റ് ആണെന്നല്ല, പക്ഷേ ഒരു ഇത്തിരി നോച്ച്നെസ് ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആദ്യ വണ്ടി വാങ്ങുന്ന ആൾക്കാർക്ക് അതൊരു വലിയ വിഷയമായി തോന്നില്ല. പക്ഷേ ഇത് ഇമ്പ്രൂവ്ഡ് ആണ്, കൊള്ളാവുന്ന ഒരു ഗിയർ ഷിഫ്റ്റുള്ള വണ്ടിയാണ്. നിസാൻ്റെ ഒരു കാര്യം പറയും, മാഗ്നൈറ്റ് പോലെ തന്നെ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ റെനോ ട്രൈബർ പോലെ തന്നെ എന്നൊക്കെ പറയാം. പിന്നെ കാല് കൊടുത്താൽ 100 കിലോമീറ്റർ സ്പീഡിലേക്ക് എത്താനായിട്ട് വലിയ ബുദ്ധിമുട്ട് വണ്ടി കാണിക്കുന്നില്ല. ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഈ 1 ലിറ്റർ ഒരു NA എന്നുള്ളൊരു കണക്കിൽ കണ്ടാൽ മതി. ഒരു 20 സെക്കൻഡ് താഴെയൊക്കെ എന്തായാലും 100 എത്തുന്നതായിരിക്കും തോന്നുന്നു. ആരൊക്കെ ടെസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ കണ്ടായിരുന്നു, നമ്മൾ ടെസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ചെറുതാണ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന സ്റ്റിയറിംഗ് ആണ്. ഇതിൻ്റെ പെഡലുകൾ, ക്ലച്ച് പെഡൽ എന്ന് പറയുന്നത് ലൈറ്റാണ്, വലിയ ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് ഓടിക്കാനായിട്ട്. അതിൻ്റെ ഒരു സ്പ്രിങ് ആയിട്ടുള്ള ഒരു ലോഡ് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ഒരു സ്പ്രിങ് ആയിട്ട് തോന്നും. പക്ഷേ അതൊരു ഒരു വിഷയമല്ല എന്നുള്ളതാണ്, നമുക്കൊരു ഡീൽ ബ്രേക്കർ ഒന്നുമല്ല. പിന്നെ ബ്രേക്ക് അത്യാവശ്യം നല്ല ഒരു കോൺഫിഡൻറ്റ് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. അത് മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മാണല്ലോ. ഈ ഇരിപ്പ് കൊള്ളാം. അപ്പോൾ ഞാൻ ഏറ്റവും ഉയർത്ത് സീറ്റിട്ട് ഇരിക്കുന്നത്, അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. ഈ സ്റ്റിയറിംഗ് വിത്തിൻ റീച്ചാണ്. അപ്പോൾ എർഗണോമിക്കലി പെർഫെക്റ്റ് ആയിട്ട് വണ്ടിയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. വലിപ്പത്തിൽ അണ്ടർ 4 മീറ്ററിൽ ക്ലെവറായിട്ട് സ്പേസിങ് മാനേജ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. 1 ലിറ്റർ എഞ്ചിൻ്റെ പവർ കുറവ് ഒരു പക്ഷേ ഒരു കൺസേൺ ആയേക്കാം, പക്ഷേ അത് വലിയ കൺസേൺ ആകേണ്ട കാര്യമില്ല. ഇത് ഓടിക്കാൻ വലിയ പ്രശ്നമില്ല. ഡ്രൈവബിലിറ്റി എന്ന് പറയുന്നത് തരക്കേടില്ലാത്ത ഒരു ഡ്രൈവബിലിറ്റിയുള്ള വണ്ടി കൂടിയാണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ നിസാൻ ഗ്രാവൈറ്റ് എന്ന് പറയാം. അപ്പോൾ നിസാൻ ഗ്രാവൈറ്റ് മാഗ്നൈറ്റ് കൂട്ടാവട്ടെ, മാഗ്നൈറ്റ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഏറ്റിക്കൊണ്ട് പോകുന്ന ഒരു കമ്പനിയുടെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഗ്രാവൈറ്റ് കൂടി എടുക്കട്ടെ. അങ്ങനെ എടുത്തിട്ട് കുറച്ചുകൂടി സെയിൽ ഈ വണ്ടിയിലേക്ക് കൊണ്ടുവരട്ടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വാങ്ങാൻ പോകുന്ന ആളുകൾ, ഇത് വാങ്ങാൻ പോകുന്ന മോഡലെന്ന് പറയുന്നത് ബേസും അല്ല ടോപ്പും അല്ല, ഇടയിലുള്ള വല്ല മോഡലൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിലും ഈ വണ്ടിക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ അധികം സവിശേഷതകളുണ്ട്. ഞാൻ പറയുന്നത് പിന്നെ AC വെൻറ്റുകൾ, അതുപോലുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഗ്രാവൈറ്റ് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കോ, ഡ്രൈവർ ഓടിച്ചിട്ടില്ലെങ്കിൽ. അടുത്ത വീട് വരാം. ശരി.